ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാകണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതെന്ന പ്രചാരണമാണ് പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുസമദാനിയുടേത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന UDF വേണം പാർലമെന്റിൽ എത്താനെന്ന് സമദാനി പറയുന്നു. മുൻ ലീഗുകാരനായ ഇടത് സ്ഥാനാർത്ഥിയെപ്പറ്റി ഒന്നും പറയാനില്ലെന്നും സമദാനി ന്യൂസ് 18 പ്രതികരിച്ചു. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുസമദാനി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് പ്രചരണത്തിന്റെ? വളരെ ഊഷ്മളം, വളരെ വളരെ ആവേശോജ്വലം. എല്ലാവിടെ ചെല്ലുമ്പോഴും നല്ല നട്ടുച്ച നേരത്ത് പോലും കാത്തിരിക്കുന്ന നമ്മുടെ സ്നേഹമുള്ള ജനം, സഹോദര സഹോദരിമാർ, പിന്നെ UDF പ്രവർത്തകരുടെ, ബഹുമാന്യരായ UDF നേതാക്കളുടെ പ്രഗത്ഭമായ നേതൃത്വം, വളരെ ഉജ്ജ്വലമായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ റമദാൻ കാലത്ത് പ്രചാരണത്തിന്റെ ശൈലിയൊക്കെ മാറ്റിയിട്ടുണ്ടോ? ശൈലി സ്വയമേവ ഒരു മാറ്റം വരുമല്ലോ, പക്ഷേ അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. നോമ്പ് കാലാവുമ്പോൾ അതിൻ്റെതായ ചില സമയക്രമീകരണവും സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അങ്ങനെയുള്ള യാതൊരു അതിൻ്റെതായൊരു ക്ഷീണമോ ഒന്നുമില്ലാതെയാണ് ജനങ്ങളെല്ലാവരും വളരെ ആവേശത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്നത്? വോട്ടർമാർക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ ഒരു അധികാര മാറ്റത്തിനായിരിക്കണം എന്നുള്ളതാണ്. അതുതന്നെയാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്. കാരണം നമ്മൾ എപ്പോഴും ലോക്സഭയിലേക്ക് വോട്ട് ചോദിക്കുമ്പോൾ ദേശീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ നമ്മൾ കേന്ദ്രമാണ്. കേന്ദ്രം ആര് ഭരിക്കണം? കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം എല്ലാവർക്കും അറിയാം. അതിൽ പലർക്കും എതിർപ്പുള്ളവരൊക്കെ വേറെയും പലരുണ്ട്. പക്ഷെ പകരം ചോയ്സ് വെക്കാൻ UDFനെ ഉള്ളൂ. പകരം ചോയ്സ് വെക്കണം. അതൊരു മതേതര സർക്കാരാണല്ലോ. ആ മതേതര സർക്കാരിനെ കൊണ്ടുവരണം. ആ മതേതര സർക്കാരിനെ കൊണ്ടുവരാൻ സാധിക്കുന്ന സംവിധാനം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്ന എല്ലായിടത്തും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വേണം, ഒരു നേതാവും വേണം, ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയണം. ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയാൻ കഴിയണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് കോൺഗ്രസ്സാണ്, ഇന്ത്യ അലയൻസ്, കോൺഗ്രസ് നേതൃത്വത്തിൽ അത് ഒരു ഗവൺമെന്റ് വരണം. പിന്നെ നമുക്കൊരു അതിന് നേതൃത്വം കൊടുക്കാൻ, മുന്നിൽ നിർത്താൻ രാഹുൽ ഗാന്ധിയെ ഉള്ളല്ലോ. അത് ജനങ്ങളോട് പറയുന്നു. പിന്നെ അതോടൊപ്പം പാർലമെന്റിലെ എൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അറിവുള്ളതാണ്. സോഷ്യൽ മീഡിയയും ഒക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കാലത്ത്, ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമായ ഒരു കാലത്ത് അവരെന്റെ പാർലമെന്റ് ഇടപെടലുകൾ, പ്രസംഗങ്ങൾ, അതിലെ വിഷയങ്ങൾ, അനുമോദനെ പോലുള്ള ചാനലിലെ സുഹൃത്തുക്കളും ഓരോന്ന് പാർലമെന്റ് പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. എന്റെ 2.5 കൊല്ലം ഞാൻ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു, മലപ്പുറം മണ്ഡലത്തിൽ MP ആയിരുന്നപ്പോൾ ആ പ്രവർത്തനവും അതിൽ എന്നെ ഏറ്റവും അധികം വിലയിരുത്തിയത് ചാനലുകളാണ്. എന്റെ ഹാജർ നില വരെ എല്ലാ കാര്യത്തിലും അവരതൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. നമ്മളെ ഇടപെടലുകൾ, മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, കരിപ്പൂര് പോലുള്ള പൊതുവിഷയങ്ങൾ, അതൊക്കെ ജനങ്ങൾക്ക് അറിവുള്ളതാണ്. ജനങ്ങളടുത്ത് പോയിട്ട് CAA വിരുദ്ധ പ്രതിഷേധം അത് എത്രമാത്രം ചർച്ചയാകുന്നുണ്ട്, അത് എത്രമാത്രം പ്രചരണ വിഷയമാകുന്നുണ്ട്? ആ വിഷയത്തിൽ ഏറ്റവും ആദ്യം കോടതിയെ സമീപിച്ചതാരാണ്? ആ വിഷയത്തിൽ സൃഷ്ടിപരമായിട്ട് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോവാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ വലിയ ഒരു അനീതിയാണല്ലോ. ആ അനീതിയെ ചോദ്യം ചെയ്യാൻ, ആദ്യമായിട്ട് അതിനെ നേരിടാൻ മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ലീഗ് അടങ്ങുന്ന UDF ആണ് അതിൽ ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ളത്. അതിപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിവന്ദരായ ലീഗിന്റെ നേതാക്കൾ, അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലി സാഹിബും ഡൽഹിയിലാണ്. ശ്രീ അഡ്വക്കേറ്റ് കപിൽ സിബലാണ് നമ്മുടെ കേസ് നോക്കുന്നത് സുപ്രീം കോടതിയിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗിന്റെ പെറ്റീഷനെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെന്റിന് സമയം കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സമയം ചോദിച്ചു, അത് കൊടുത്തു. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു. ലീഗിന്റെ ഹെഡിലാണ് ആ കേസ് നടക്കുന്നത്. മറ്റ് പെറ്റീഷൻസൊക്കെ ലീഗിന്റെ പെറ്റീഷൻസിന്റെ ചുവട്ടിലേക്ക് സുപ്രീം കോടതി ചേർത്തു. അതുകൊണ്ട് അതുപോലുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളാകട്ടെ, മറ്റു വിഭാഗങ്ങളാകട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാകട്ടെ, കർഷകരാകട്ടെ, ചെറുപ്പക്കാർ, തൊഴിലില്ലാത്തവരാവട്ടെ, സ്ത്രീജനങ്ങളാവട്ടെ, ഈ വക വിഷയങ്ങളൊക്കെ തന്നെ അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി എപ്പോഴും പോരാടിപ്പോന്നത് UDF ആണ്. ആ പ്രവർത്തനം നമ്മൾ ഇന്നും തുടരുന്നു. ലീഗിലെ പഴയ സഹപ്രവർത്തകൻ ഇപ്പോൾ എതിർചേരിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് എങ്ങനെയാണ്? സ്ഥാനാർത്ഥിയെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? ഇലക്ഷനിൽ നമ്മൾ ആശയങ്ങൾ വെച്ച് പോരാടുന്നു. UDFന്റെ നയം വളരെ ക്ലിയർ.
അത് ദേശീയമായ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭയിലേക്കാണെന്ന് പറയാൻ UDF-ന് സാധിക്കും. UDF-ന് നയം പറയാനുണ്ട്. UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാനുണ്ട്. ഡൽഹിയിൽ ഉദ്ദേശിക്കുന്നത് ഈ ചുട്ടുപഴുത്ത കാലാവസ്ഥക്ക് ശേഷമുള്ള ഒരു കുളിർമഴയാണ്. അധികാരമാറ്റത്തിന്റെ ഒരു കുളിർമഴ വരണം. അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കും. അതാണ് UDF നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. നയം വ്യക്തമാണ്. ദേശീയ തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ UDF വിജയിക്കണമെന്ന് അബ്ദുൾ സമദാനി വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം അത് ആവർത്തിക്കുന്നു. അഖിലോട്ട് പറയപ്പം CBN ന്യൂസ് 18.